സമയമാറ്റത്തിൽ മതസാമുദായിക സംഘടനകളുടെ വിമർശനം ശക്തമായതോടെ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റത്തിൽ സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമയം സംഘടനകൾക്ക് അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. വൈകിയെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ചർച്ചയുടെ ഭാവി നോക്കിയാണ് തുടർ പ്രക്ഷോഭമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. അപ്പോൾ അതൊരു മാന്യമായ സമീപനമാണ്. അദ്ദേഹം ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. അപ്പോൾ എനി ടൈം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സമയം അദ്ദേഹമാണല്ലോ അറിയിക്കേണ്ടത്. ഞങ്ങളെ സമയത്തിനൊരു അദ്ദേഹത്തിൻ്റെ സമയത്തിന് കൂടി സമയം കൂടി രണ്ടു കൂട്ടരും ആ സമയത്തിന് സംബന്ധിച്ച് ആലോചിച്ച് ഒരു സമയം അദ്ദേഹം പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായാലും ചർച്ച നടന്നിരിക്കുകയാണ്. ചർച്ചയിൽ ഏകദേശം സമവായത്തിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ് എന്നാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം വൈകിപ്പോയി ചർച്ച നടത്താൻ എന്നുള്ളതാണ് ഇപ്പോൾ സംഘടനകൾ പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയിൽ ഉണ്ടായത്? സ്വാതി, നമുക്കറിയാം ഇത് പ്രത്യേക ഈ മദ്രസ സമയം വലിയ രീതിയിൽ കുഴപ്പത്തിലാവുന്നു ഈ സ്കൂൾ സമയമാറ്റത്തോടെ എന്നാണ് സംസ്ഥയുടെ കീഴിലുള്ള മദ്രസ ബോർഡ് വലിയ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവന്നത്. സംസ്ഥയുടെ കീഴിൽ നമുക്കറിയാം 11,000-ഓളം മദ്രസകളുണ്ട്. അതിൽ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ സമയമാറ്റം ഇവരുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്നു എന്നതായിരുന്നു സംസ്ഥയുടെ വലിയ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ മദ്രസ മാനേജ്മെന്റ് നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ മദ്രസകളൊക്കെ തന്നെ പോകാൻ പോലും തീരുമാനിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്. സ്വാഭാവികമായിട്ടും ആ ചർച്ചയെ സമസ്ത സ്വാഗതം ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കില്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കിയെന്ന് ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിൽ ചില പ്രതിഷേധമുണ്ട്. ഞങ്ങളോട് കൂടി ആലോചിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. എന്തായാലും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയുടെ വിജയം അനുസരിച്ച്, ഗുണദോഷത്തിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ മദ്രസ ബോർഡ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച സമരങ്ങൾ ഒക്കെ ഉണ്ടാവുക. എന്തായാലും വലിയ തരത്തിൽ ആശ്വാസമാവുന്ന, വലിയ തരത്തിൽ വിവാദമാവുന്ന ഒരു കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമസ്തയും ഈ രംഗത്ത് സ്വാഭാവികമായിട്ടും അനുനയ നീക്കത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. സ്വാതി, അതുതന്നെയാണ് രതീഷ്. സ്കൂൾ സമയമാറ്റത്തിൽ മതസാമുദായിക സംഘടനകളുടെ വിമർശനം ശക്തമായതോടെ ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ, തുടർ ചർച്ചകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.